Hi, welcome to Competitive Cracker. നമ്മുടെ NTA നെറ്റിന്റെ ഡേറ്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട് അല്ലേ? ജൂൺ 16th നമ്മുടെ എക്സാം വരുന്നത്. അപ്പോൾ ഇനി വെയിറ്റ് ചെയ്യാൻ ഒരുപാട് ഡേയ്സ് ഒന്നും ഇല്ല. അപ്പോൾ നമുക്ക് കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കാം. റീസെന്റ് ആയിട്ട് നടന്നിട്ടുള്ള ജൂൺ 2023 ഡിസംബർ സൈക്കിളിൽ ചോദിച്ചിട്ടുള്ള നെറ്റിന്റെ PYQs ആണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സമയം കളയാതെ വേഗം ക്വസ്റ്റ്യൻസിലോട്ട് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. Sharan Kumar Limbale argues that Dalit literature is unique because Dalit literature എന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. ഓക്കെ, അതിനകത്ത് ശരൺ കുമാർ ലിംബാലെ. ഓക്കെ, ഈ ഫിഗറിന് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കണം. അദ്ദേഹത്തിൻ്റെ വർക്ക്, ഓക്കെ, അദ്ദേഹത്തിൻ്റെ ഓട്ടോബയോഗ്രഫി ഒക്കെ ഉണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ചോദ്യം എന്താണ്? ശരൺ കുമാർ ലിംബാലെ ആർഗ്യൂസ് ദാറ്റ് ദളിത് ലിറ്ററേച്ചർ ഇസ് യുണീക്ക് ബിക്കോസ് ദളിത് ലിറ്ററേച്ചർ യുണീക്ക് ആണ് എന്ന് പറയുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം ഒരു 5 സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. അതിനകത്ത് ഏതൊക്കെയാണ് കറക്റ്റ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അദ്ദേഹം ദളിത് ലിറ്ററേച്ചർ യുണീക്ക് ആണ് എന്ന് പറയുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഒന്നാമത്തേത് എന്താണ്? ഓപ്ഷൻ എ, this brings out the Dalit reality which is liminal in time and space. The option is correct. Then, this has unique historical and ideological concerns. This offers literary and cultural representations of marginalized and dispossessed people. Obviously correct ആണ് option C അല്ലേ? This offers literary and cultural representations of marginalized and dispossessed people. This brings out narratives and discourses of pity. നറേറ്റീവ്സ് ആൻഡ് ഡിസ്കോഴ്സസ് ഓഫ് പിറ്റി, അതുകൊണ്ടാണ് ഇത് നമ്മുടെ ദളിത് ലിറ്ററേച്ചർ യുണീക്ക് ആവുന്നത് എന്ന് പറയുന്നു. ഒബ്വിയസ്ലി അത് തെറ്റായിരിക്കും അല്ലേ? അപ്പോൾ ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്, പ്രത്യേകിച്ച് തിയറി ആൻഡ് ക്രിറ്റിസിസം ബേസ്ഡ് വരുന്ന ക്വസ്റ്റ്യൻസിൽ കുറച്ചൊക്കെ നമ്മുടെ കോമൺ സെൻസിന്റെ ബേസിൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടെ നോക്കൂ, ഈ ഓപ്ഷൻ എന്തായാലും തെറ്റായിരിക്കും. ദെൻ എ ആൻഡ് സി ഈസ് കറക്റ്റ്. ദെൻ ലാസ്റ്റ് ഒരെണ്ണം കൂടെ തന്നിട്ടുണ്ട്. ഇറ്റ് യൂസസ് ഡിസ്റെസ്പെക്ട്ഫുൾ ആൻഡ് ഒഫെൻസീവ് ലാംഗ്വേജ് ടുവേർഡ്സ് റിവേർഡ് ഫിഗേഴ്സ്. ഓക്കെ, റിവേർഡ് ഫിഗേഴ്സിൻ്റെ അടുത്ത് ഡിസ്റെസ്പെക്ട്ഫുൾ ആൻഡ് ഒഫെൻസീവ് ലാംഗ്വേജ് യൂസ് ചെയ്യും ആര്? ദളിത് ലിറ്ററേച്ചർ. ഒബ്വിയസ്ലി തെറ്റായിരിക്കും അല്ലേ? നമ്മുടെ ഒരു ബേസിക് സെൻസിന്റെ പുറത്ത് തന്നെ നമുക്ക് പറയാൻ പറ്റും ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് എന്നുള്ളത്. അപ്പം ഏതൊക്കെയാണ് കറക്റ്റ് ആയിട്ട് വരുന്നത്? എ, ബി ആൻഡ് സി. എ, ബി ആൻഡ് സി. ബി ഇസ് ഓൾസോ കറക്റ്റ്. ദിസ് ഹാസ് എ യുണീക് ഹിസ്റ്റോറിക്കൽ ആൻഡ് ഐഡിയോളജിക്കൽ കൺസേൺസ്. ഹിസ്റ്ററിക്കൽ ആൻഡ് ഐഡിയോളജിക്കൽ കൺസേൺസ് ദളിത് ലിറ്ററേച്ചർ. ഓക്കെ, സോ അത്തരത്തിൽ എ, ബി ആൻഡ് സി ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. ലാസ്റ്റ് ഡി ആൻഡ് ഇ ഓപ്ഷൻസ് തെറ്റാണ്. അപ്പോൾ ഈ ഒരു ചോദ്യം ഞാൻ പറഞ്ഞു നമ്മുടെ ഒരു ബേസിക് കോമൺ സെൻസിന്റെ പുറത്ത് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. അവിടെ ശരൺ കുമാർ ലിംബാലയുടെ ഒരു ആർഗ്യുമെന്റ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ ആണ് ചോദിച്ചിട്ടുള്ളത് എങ്കിൽ പോലും ഒരു സെൻസിൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമായിരുന്നു അത് അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. എഡ്ഗർ അലൻ പോ. ഓക്കെ, Edgar Allan Poe is often called as the originator of the short story. Short story ന്റെ ഒഫീഷ്യൽ ഡെഫിനിഷൻ ഒക്കെ തന്നിട്ടുള്ളത് എഡ്ഗർ അലൻ പോ ആണ്. ഈ ക്വസ്റ്റ്യൻ ആക്ച്വലി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് അക്കോർഡിംഗ് ടു എഡ്ഗർ അലൻ പോ, എന്താണ് ഷോർട്ട് സ്റ്റോറി ആസ് എൻ എസ്റ്റാബ്ലിഷ്ഡ് ആണ്? ഹി ഡിഫൈൻഡ് ദ പ്രോ സ്റ്റൈൽ ആസ്. അതെങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്, എന്താണ് അതിന്റെ ഡെഫിനിഷൻ എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. എ നെറേറ്റീവ് വിച്ച് ക്യാൻ ബി റെഡ് അറ്റ് വൺ സിറ്റിംഗ് ഓഫ് ഫ്രം ഹാഫ് ആൻ അവർ ടു 2 hours. It is a narrative that can be read at one sitting from half an hour to 2 hours. ഒരു സിറ്റിംഗിൽ half an hour to 2 hours-ൻ്റെ ഉള്ളിൽ വായിക്കാൻ പറ്റുന്ന ഒരു നെറേറ്റീവ് ആണോ? സെക്കൻഡ് വൺ, എ നെറേറ്റീവ് വിച്ച് ക്യാൻ ബി റെഡ് വിത്തിൻ 5 minutes or less. തേർഡ് ഓപ്ഷൻ എന്താണ്? എ നെറേറ്റീവ് ദാറ്റ് ക്യാൻ ബി റെഡ് അറ്റ് വൺ സിറ്റിംഗ് ഓഫ് ഫ്രം 1 hour to 4 hours. 1 മണിക്കൂർ മുതൽ 4 മണിക്കൂറിൻ്റെ ഇടയിൽ. ദെൻ ഫോർത്ത് ഓപ്ഷൻ എന്താണ്? എ നെറേറ്റീവ് ദാറ്റ് മേ ബി കൺക്ലൂഡഡ് ആൻഡ് എൻജോയ്ഡ് ഇൻ ദ സിംഗിൾ സ്പെൽ ഓഫ് ലെസ് ദാൻ ഹാഫ് ആൻ അവർ. 1/2 മണിക്കൂറിൻ്റെ ഉള്ളിൽ വായിക്കാൻ പറ്റിയിട്ടുള്ള ഒരു നെറേറ്റീവ് ആണ്. ഒബ്വിയസ്ലി ഓപ്ഷൻ 1 വിൽ ബി ദ കറക്റ്റ് ആൻസർ. ഇത്തരത്തിലുള്ള ഒരു ഡെഫിനിഷൻ അദ്ദേഹം എവിടെയാണ് കൊടുത്തിട്ടുള്ളത്? ദ ഫിലോസഫി ഓഫ് കമ്പോസിഷൻ 1846 എഴുതിയിട്ടുള്ള ഫിലോസഫി ഓഫ് കമ്പോസിഷനിലാണ് ഇദ്ദേഹം ഷോർട്ട് സ്റ്റോറിക്ക് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മൾ എഡ്ഗർ അലൻ പോ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കണം. ദെൻ ആൻ ഇൻട്രൊഡക്ഷൻ ബൈ കമലാദാസ്. ഇന്ത്യൻ ലിറ്ററേച്ചറിൽ നിന്നാണ് വീണ്ടും ചോദ്യം വന്നിട്ടുള്ളത്. കമലാദാസിന്റെ വർക്കാണ്. എന്താണ് വർക്ക്? ആൻ ഇൻട്രൊഡക്ഷൻ. അതെന്താണ് എന്നുള്ളതാണ്. ഇത് ജോണർ ബേസ്ഡ് ആണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ഓപ്ഷൻ എ, എ ഷോർട്ട് സ്റ്റോറി ഓൺ ദ തീം ഓഫ് പീപ്പിൾസ് റൈറ്റ് ആൻഡ് ഫ്രീഡം. ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഒരു ഷോർട്ട് സ്റ്റോറി ആണ് വിച്ച് ഈസ് ബേസ്ഡ് ഓൺ പീപ്പിൾസ് റൈറ്റ്സ് ആൻഡ് ഫ്രീഡം എന്നുള്ളതാണ് ഓപ്ഷൻ 1. ഓപ്ഷൻ 2 എന്താണ്? ആൻ ഇൻട്രൊഡക്ഷൻ ടു ഹർ ഓട്ടോബയോഗ്രഫി മൈ സ്റ്റോറി അല്ലെ, എൻ്റെ കഥ എന്ന് പറയുന്ന മൈ സ്റ്റോറി എന്ന് പറയുന്ന കമലാദാസിന്റെ ഓട്ടോബയോഗ്രഫിയുടെ ഇൻട്രൊഡക്ഷൻ ആണോ ആൻ ഇൻട്രൊഡക്ഷൻ? ദെൻ തേർഡ് ഓപ്ഷൻ എന്താണ്? എൻ എസ്സേ ഓൺ ദി തീം ഓഫ് ജെൻഡർ റൈറ്റ്സിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു എസ്സേ ആണോ ആൻ ഇൻട്രൊഡക്ഷൻ? ദെൻ ഫോർത്ത് എന്താണ്?
A poem of resistance and protest. A poem of resistance and protest. Obviously, option 4 is the correct answer. അല്ലേ? An introduction എന്ന് പറയുന്നത് it's a poem. അവരുടെ ഒരു ഇൻഡിവിജ്വൽ ഐഡന്റിറ്റീനെ കുറിച്ചൊക്കെ സംസാരിക്കുന്ന പോയമാണ് an introduction by Kamala Das. Okay, ഇന്ത്യൻ ലിറ്ററേച്ചറിൽ കമല ദാസിനെ ശ്രദ്ധിക്കണം. Next one. Fourth question നോക്കൂ. Which of the following statements or concepts are relevant for understanding of postmodernism? നേരത്തെ നമ്മൾ ദളിത് ലിറ്ററേച്ചർ ഡിസ്കസ് ചെയ്തു. ഇപ്പോൾ പോസ്റ്റ് മോഡേണിസം അല്ലേ? പോസ്റ്റ് മോഡേണിസത്തിനെ സംബന്ധിച്ച് കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. ഇതിൽ ഏതൊക്കെയാണ് ശരി എന്നുള്ള രീതിയിലാണ് ചോദ്യം വന്നിരിക്കുന്നത്. ഓപ്ഷൻ എ എന്താണ്? പോസ്റ്റ് മോഡേണിസം ആൻഡ് പോസ്റ്റ് കൊളോണിയലിസം ആർ മ്യൂച്വലി ഡിപ്പെൻഡന്റ് ഇൻ റെസ്പോണ്ടിങ് ടു കൊളോണിയൽ എക്സ്പീരിയൻസ്. അതായത് പോസ്റ്റ് മോഡേണിസവും പോസ്റ്റ് കൊളോണിയലിസം ഡിപ്പെൻഡന്റ് ആണ് എന്തിനു വേണ്ടിയിട്ട്? To respond to colonial experience. Colonial experience respond ചെയ്യാൻ വേണ്ടിയിട്ട് പോസ്റ്റ് മോഡേണിസം പോസ്റ്റ് കൊളോണിയലിസം ഡിപ്പെൻഡഡ് ആണെന്നാണ് പറയുന്നത്. ആൻഡ് ദാറ്റ് ഓപ്ഷൻ ഇസ് നോട്ട് കറക്റ്റ് അല്ലേ? ഓപ്ഷൻ കറക്റ്റ് അല്ല. ബി എന്താണ്? Lyotard argues that the postmodern conditions is characterized by a deeply felt skepticism towards meta-narratives. Meta-narratives എന്ന് പറഞ്ഞാൽ narrative on the other narrative അല്ലേ? So മെറ്റാ നറേറ്റീവ്സിന്റെ കാര്യത്തിൽ ഒരു സ്കെപ്റ്റിസിസം ഉണ്ട് പോസ്റ്റ് മോഡേണിസത്തിന് അല്ലെങ്കിൽ പോസ്റ്റ് മോഡേൺ കണ്ടീഷന് എന്നാണ് ലിയോട്ടാർഡ് ആർഗ്യൂ ചെയ്യുന്നത് അല്ലേ? ലിയോട്ടാർഡ് ആർഗ്യൂ ചെയ്യുന്നത് അത് കറക്റ്റ് ആണോ? ഡെഫിനറ്റ്ലി യെസ്. ഓക്കെ, നെക്സ്റ്റ് വൺ. എഡ്വേർഡ് ഡബ്ല്യു സെയ്ഡ് ഹാസ് ബീൻ ഇൻസ്ട്രുമെന്റൽ ഇൻ പോസ്റ്റ് മോഡേൺ തിയറി. എഡ്വേർഡ് സെയ്ദ് പോസ്റ്റ് മോഡേൺ തിയറി ആണോ എന്ന് പറയുന്നത്? ഹാസ് ബീൻ ഇൻസ്ട്രുമെന്റൽ ഇൻ പോസ്റ്റ് മോഡേൺ തിയറി. ഇൻസ്ട്രുമെന്റൽ ആയിരുന്നോ പോസ്റ്റ് മോഡേൺ തിയറിനെ സംബന്ധിച്ച്? അല്ല. ദാറ്റ് ഇസ് ഓൾസോ റോങ്. ദിസ് ഓപ്ഷൻ ഇസ് incorrect. Option D എന്താണ്? Jean Baudrillard Simulacra and Simulations is a seminal postmodern text. അല്ലേ? Simulacra and Simulations ഇതൊരു postmodern text ആണ് എന്നാണ് പറയുന്നത്. Obviously that is also correct. Then Frederick Jameson argues that parody has been replaced by pastiche in postmodernism. അതായത് mere parody മാറിയിട്ട് അത് pastiche ആയിട്ടുണ്ട്. It is not mere imitation but മിക്സ് ഓഫ് ദ ഫോം ആൻഡ് അതർ തിങ്സ്. അതാണ് പെസ്റ്റീഷ് എന്ന് പറയുന്നത്. സോ അതാരാണ് ആർഗ്യൂ ചെയ്യുന്നത്? ഫെഡറിക് ജെയിംസൺ. ആ ഒരു സ്റ്റേറ്റ്മെന്റ് പോസ്റ്റ് മോഡേണിസത്തിനെ സംബന്ധിച്ച് കറക്റ്റ് ആണോ എന്നുള്ളതാണ് ചോദ്യം. ദാറ്റ് ഈസ് ഓൾസോ കറക്റ്റ്. അപ്പൊ എന്തായിരിക്കും ആൻസേഴ്സ്? എന്താ വരുന്നത്? ഫസ്റ്റ് വൺ ഇസ് ഇൻകറക്റ്റ്, സെക്കൻഡ് വൺ ഇസ് കറക്റ്റ്. അപ്പൊ ബിയും ഡിയും ഇയും അല്ലെ? ബി ഡി ഇ എന്നുള്ള രീതിയിലാണ് നമുക്ക് ആൻസേഴ്സ് ലഭിക്കുക. നെക്സ്റ്റ് വൺ. All writers since Chaucer have come from the middle class, have had good, at least expensive education. All writers since Chaucer have come from the middle class, have had good, at least expensive education. വിർജീനിയ വോൾഫിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. വിർജീനിയ വോൾഫ് അവരുടെ ഏത് വർക്കിലാണ് ഇങ്ങനൊരു കാര്യം പറഞ്ഞിട്ടുള്ളത് എന്നാണ് ചോദിക്കുന്നത്. Is it in Mrs. Dalloway, To the Lighthouse, The Leaning Tower, A Room of One's Own? അത്യാവശ്യം ടഫ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ആൻസർ ഇസ് തേർഡ് വൺ, ദ ലീനിങ് ടവർ. ലീനിങ് ടവറിലാണ് അവർ ഇങ്ങനൊരു കാര്യം പറയുന്നത്. അത്യാവശ്യം ഒരു ടഫ് ആയിട്ടുള്ള ചോദ്യം തന്നെയാണ് ഇത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇനി ലീനിങ് ടവറും കൂടെ ഫോക്കസ് ചെയ്തിട്ട് വേണം പഠിക്കാൻ. ഓക്കെ, മിസ്സിസ് ഡാലവേ, ടു ദ ലൈറ്റ് ഹൗസ്, റൂംസ് ഓഫ് വൺസ് ഓൺ ഒക്കെ വളരെ കോമൺ ആയിട്ട് നമ്മളെപ്പോഴും വിർജീനിയ വോൾഫിനെ പഠിക്കുമ്പോൾ വളരെ കോമൺ ആയിട്ട് പറയുന്നതാണ്. ബട്ട് വി ഹാവ് ടു ഫോക്കസ് ഓൺ ദിസ് എസ്സേ ഓൾസോ. ഓക്കെ, നെക്സ്റ്റ് വൺ. വാട്ട് ഈസ് ദ കറക്റ്റ് ഓർഡർ ഓഫ് പബ്ലിക്കേഷൻ ഓഫ് ദ നോവൽസ് ഓഫ് ചാൾസ് ഡിക്കൻസ്? ചാൾസ് ഡിക്കൻസിന്റെ നോവൽ അല്ലേ? ഇതും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ചാൾസ് ഡിക്കൻസിന്റെ ക്രോണോളജി ഒരു മാൻഡാറ്ററി ആയിട്ടുള്ള കാര്യമാണ്, നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം. ഓക്കെ, ചാൾസ് ഡിക്കൻസ്, തോമസ് ഹാർഡി ഒക്കെ ഇയർ ഡെഫിനറ്റ്ലി ക്രോണോളജി എപ്പോഴും ചോദിക്കുന്നതാണ്, അതുകൊണ്ട് സ്കിപ്പ് ചെയ്യരുത്. ഗ്രേറ്റ് എക്സ്പെക്ടേഷന്റെ ഇയർ എന്തായിരിക്കും? 1861 അല്ലെ? ഹാർഡ് ടൈംസ് 1854. ദെൻ ഒലിവർ ട്വിസ്റ്റ് എപ്പോഴാ? 1837. ഡേവിഡ് കോപ്പർഫീൽഡ് 1859 ടെയിൽ ഓഫ് ടു സിറ്റീസ്, എ ടെയിൽ ഓഫ് ടു സിറ്റീസ്. ഇത്തരത്തിൽ നമ്മൾ ഡിക്കൻസിന്റെ നോവൽസ് കൃത്യമായിട്ട് ഇയർ മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ പഠിക്കാൻ. അപ്പോഴാണ് ഡിക്കൻസിന് ഒരു ക്രോണോളജി എന്തായാലും ചാൾസ് ഡിക്കൻസിന് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അതുകൊണ്ട് ക്രോണോളജി മറക്കാണ്ട് തന്നെ പഠിക്കാൻ ശ്രദ്ധിക്കാം. ഓക്കെ, CDBEA എന്നുള്ള രീതിയിലായിരിക്കും ആൻസർ വരുന്നത് അല്ലെ? ഒലിവർ ട്വിസ്റ്റ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. തന്നിരിക്കുന്നതിൽ ഏർലിയസ്റ്റ് ഫസ്റ്റ് സി ആയിരിക്കും. ദെൻ എ ലാസ്റ്റ് 61 ഗ്രേറ്റ് എക്സ്പെക്ടേഷൻസ് വരുന്നത്. സോ ഡെഫിനറ്റ്ലി ലാസ്റ്റ് എ. അത്തരത്തിൽ ക്രോണോളജി ഒക്കെ ഇയർ നോക്കിയിട്ട് പഠിക്കാം. ദെൻ
Which among the following writers are popular of partition narratives? പാർട്ടീഷൻ നറേറ്റീവ് ഈ പറഞ്ഞ പോലെ തന്നെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ഏരിയ ആണ്. ഇന്ത്യൻ ഇൻഡിപെൻഡൻസിന് ശേഷം ക്രിയേറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെ അപ്പോൾ ഫോം ചെയ്തിട്ടുള്ള ഒരു ജോണർ അല്ലെങ്കിൽ കൈൻഡ് ഓഫ് റൈറ്റിംഗ്, ഗ്രൂപ്പ് ഓഫ് റൈറ്റിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. ദാറ്റ് ഈസ് പാർട്ടീഷൻ നറേറ്റീവ്സ്. ഒരുപാട് പോസ്റ്റ് കൊളോണിയൽ വർക്ക്സ് അല്ലെങ്കിൽ പാർട്ടീഷൻ നറേറ്റീവ്സ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ തന്നേക്കുന്നതിൽ വിച്ച് എമംഗ് ദ ഫോളോയിങ് റൈറ്റേഴ്സ് ആർ പോപ്പുലർ, തന്നിരിക്കുന്നതിൽ ആരൊക്കെയാണ് പാർട്ടീഷൻ നറേറ്റീവ്സ് എന്നുള്ളതാണ് ചോദ്യം. കൃഷ്ണ സോപ്തി, ശശി ദേശ്പാണ്ഡെ, സരോസ് കവാസ്ജി, ദെൻ ഭാരതി മുഖർജി, റഹീം മസൂം രാസ. ആരായിരിക്കും? കൃഷ്ണ സോപ്തി ഉണ്ട്, ദെൻ ശശി ദേശ്പാണ്ഡെ ഇല്ല, സരോസ് കവാസ്ജി ഉണ്ട്, ഭാരതി മുഖർജി ഇല്ല, റഹീം മസൂം രാസ. സോ എ, സി ആൻഡ് ഇ. എ, സി ആൻഡ് ഇ. ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, സോ പാർട്ടീഷൻ നറേറ്റീവ്സ് എന്തായാലും ശ്രദ്ധിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഇവർ മാത്രമൊന്നുമല്ല, അല്ലാണ്ട് നമുക്ക് ഒരുപാട് പാർട്ടീഷൻ റൈറ്റേഴ്സ് വന്നിട്ടുണ്ട്, അവരൊക്കെ ശ്രദ്ധിച്ച് പഠിക്കാം. ഓക്കെ, നെക്സ്റ്റ് വൺ മാച്ച് ദ ഫോളോയിങ് ആണ് ചോദിച്ചിട്ടുള്ളത്. ക്യാരക്ടേഴ്സ്, നോവൽസിലെ ക്യാരക്ടേഴ്സ് തന്നിട്ടുണ്ട്, നോവൽസിന്റെ പേരും തന്നിട്ടുണ്ട്. ഓക്കെ, എന്തായിരിക്കും? വിൻസ്റ്റൺ സ്മിത്ത് നമുക്കറിയാം 1984 അല്ലേ? വിൻസ്റ്റൺ സ്മിത്ത് 1984 ക്യാരക്ടറാണ് വിൻസ്റ്റൺ സ്മിത്ത് എന്ന് പറയുന്നത്. ദെൻ സെത്തെ എവിടുത്തെ ക്യാരക്ടറാണ്? ബിലവ്ഡ് ആണ് സെത്തി. ഓക്കെ, ബിലവ്ഡ്. Then Okonkwo, Things Fall Apart, Offred, The Handmaid's Tale. Okay, A2, that is Sati Beloved. Then B3, Okonkwo, Things Fall Apart, Offred, that is Handmaid's Tale, Winston Smith, 1984. Okay, 1984 character ആണ് Winston Smith. Next one, which among the following statements are true? കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്, 5 സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. തന്നിരിക്കുന്നതിൽ ഏതൊക്കെയാണ് ശരി എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, miscegenation is a sexual relationship or marriage between the people of the same race. Miscegenation is a sexual relationship of marriage between the people of the same race. Same race ആണോ? അല്ല. So this option is wrong. Creole is a language that has evolved from a pidgin but serves as a native language of a speech community. That is true. Creole is a language that has evolved from pidgin but serves as the native language of speech community. So that is true. Then Indian tribal people are popularly termed as aboriginals. ആണോ? Indian tribal people ne alla aboriginals എന്ന് വിളിക്കുന്നത്. That is wrong. Okay. Australian tribal people neയാണ്, Indian അല്ല. Then mulatto is a person of mixed white and black ancestry. That is true. Mulatto is a person of mixed white and black ancestry. Then final statement എന്താണ്? Australian indigenous population is termed as red Indians. Australian ആണോ? അല്ല. It is American. Okay. Australian indigenous population അല്ല നമ്മൾ red Indians എന്ന് വിളിക്കുന്നത്. So option D, B are correct. Option D and B are correct. D and B ഉണ്ടോ അതിൽ? B and D, yes. Fourth one is the correct answer. Next question. Which among the following statements are true? Okay, same question തന്നെയാണ്. Okay, next one. Which of the following is true of Edward Said's Orientalism? Edward Said പോസ്റ്റ് കൊളോണിയൽ ലിറ്ററേച്ചറിന് അല്ലെങ്കിൽ പോസ്റ്റ് കൊളോണിയൽ ക്രിറ്റിസിസത്തിനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ്. അതുപോലെ ഹോമി കെ ബാബ, ഗായത്രി സ്പിവക് ചക്രവർത്തി ഒക്കെ ഹോളി ട്രിനിറ്റി എന്നറിയപ്പെടുന്ന ഇവർ 3 പേരും. അപ്പം അദ്ദേഹത്തിന്റെ വർക്ക്സ് ഒക്കെ നോക്കിയിട്ട് പോകണം. ദെൻ അദ്ദേഹത്തിന്റെ ഓറിയന്റലിസത്തിനെ സംബന്ധിച്ച് എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്, എന്തൊക്കെയാണ് ശരി എന്നുള്ളതാണ് ചോദ്യം. ഇറ്റ് വാസ് പബ്ലിഷ്ഡ് ഇൻ 1979. Utilizes the concept of discursive formulation as argued by Foucault. Foucault discursive formulation use ചെയ്യുന്നുണ്ട്. Then he has taken up the detailed analysis of imaginative geography and representation of the Orient. He has taken up the detailed analysis of imaginative geography. Okay, imaginative geography and representation of the Orient. It is one of the foundational texts of post-colonial theory. It puts to use Barth's concept of death of the author. Barthsന്റെ death of the author എന്നുള്ള കോൺസെപ്റ്റും യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. 5 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. ഇതിനകത്ത് ഡി ഡെഫിനറ്റ്ലി കറക്റ്റ് ആണല്ലോ അല്ലെ? ഡെഫിനറ്റ്ലി ആണ്. ബാക്കി ഒന്നും അറിഞ്ഞില്ലെങ്കിലും ഈ ഇൻഫർമേഷൻ ഒക്കെ ഫാക്ച്വൽ ആണ്. ഈ ഒരു അറിയാത്തൊരു സിറ്റുവേഷൻ വന്നു കരുതുക. ഈ ഒരു ക്വസ്റ്റിനെ സംബന്ധിച്ച് ഓപ്ഷൻ ഡി ഇസ് ഡെഫിനറ്റ്ലി കറക്റ്റ്. ഓപ്ഷൻ ഡി വരുന്നത്
ഏതിലാ നോക്കൂ, ഈ ഒരു ക്വസ്റ്റ്യൻ ആ ഒരു രീതിയിൽ നമ്മൾ അപ്രോച്ച് ചെയ്ത് നോക്കുക. ഓപ്ഷൻ ഡി ആകെ 4th വരുന്നുള്ളൂ. സോ ഇത് തന്നെയാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. പിന്നീട് എന്താ, ബി ആൻഡ് സി ആണ് പറയുന്നത്. ബി എന്താണ്, യൂട്ടിലൈസസ് ദ കോൺസെപ്റ്റ് ഓഫ് ഡിസ്കേഴ്സീവ് ഫോർമുലേഷൻ ആസ് ആർഗ്യൂഡ് ബൈ ഫൂക്കോ. ഫൂക്കോയുടെ ഡിസ്കേഴ്സീവ് ഫോർമുലേഷൻ യൂസ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഇസ് ട്രൂ. സോ ബി ഇസ് ട്രൂ. Then Barth's concept of death of the author എന്തായാലും യൂസ് ചെയ്തിട്ടില്ല. So this is obviously wrong. E is definitely wrong. Then C also അല്ലേ, സിയും കൂടെ കറക്റ്റ് ആണ്. Imaginative geography and representation of the Orient. So answer B, C and D, or the option B, C and D is the correct option. Next one, which of the following is true of, okay, that is again same question. Now ഒരു reason assertion based question ആണ് നോക്കാം. Given below are two statements. One is labeled as assertion and the other is labeled as reason. Assertion എന്താണ്? Culture is one of the 2 or 3 most complicated words in English language. Culture is one of the most complicated words of English language. That is true. Reason എന്താണ്? This is mainly because of the several different thought related meanings have emerged at particular moments throughout its long history. Okay, this is mainly because of several different thought related meanings have emerged at particular moments throughout its long history. ഇത് കോംപ്ലിക്കേറ്റ് ആവാനുള്ള കാരണം അല്ലെങ്കിൽ റീസൺ ആയിട്ടാണ് ഇവിടെ പറയുന്നത്. ദാറ്റ് ഈസ് ഒബ്വിയസ്ലി കറക്റ്റ്. സോ എന്തായിരിക്കും ആൻസർ വരിക? Both A and R are true. Okay, both A and R are true and R is the correct explanation of A. ഇത്തരത്തിലായിരിക്കും നമ്മൾ assertion and reason type of question ആൻസർ ചെയ്യുന്നത്. Okay, so option 1 is the correct answer. Okay, ഇത്തരത്തിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യുന്നതിലൂടെ നമുക്ക് ഏതൊക്കെ ഏരിയാസിനാണ് സ്ട്രെസ് കൊടുക്കേണ്ടത് എന്ന് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ ഓൾറെഡി നമ്മുടെ നെറ്റ് കോച്ചിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കറിയാം 50+ ഡേയ്സ് നമ്മുടെ കയ്യിലുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് ഇനിയുള്ള ഈ ഒരു ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി സ്ക്രീനിൽ കാണുന്ന നമ്പറായിട്ട് കോൺടാക്ട് ചെയ്യുക. നമ്മളായിട്ട് ലിങ്കിലോ അല്ലെങ്കിൽ നമ്പർ വഴി എങ്ങനെയാണെന്ന് വെച്ചാൽ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സസും മെറ്റീരിയൽസും എല്ലാം ആക്സസ് ചെയ്തെടുക്കുക. അതോടെ തന്നെ നിങ്ങളുടെ പഠനം വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോവുക. ഇത്തരത്തിലുള്ള യൂസ്ഫുൾ വീഡിയോസിന് വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.